ആദിവാസി വിഭാഗക്കാരായ സഹോദരങ്ങളായ 3 കുട്ടികളെ സുരക്ഷിതമല്ലാത്ത നിലയിൽ പുഴയോരത്തുള്ള ഏറുമാടത്തിൽ കഴിയുന്നതായി കണ്ടെത്തി. മാങ്കുളം ആനക്കുളത്തിന് സമീപം വല്യപാറക്കുടിയിലാണ് കുട്ടികൾ പിതാവിനൊപ്പം ഏറുമാടത്തിൽ താമസിച്ചു വരുന്നത്. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഏറുമാടത്തിൽ കഴിയുന്ന കുട്ടികളെ കണ്ടെത്തിയത്. ആദിവാസി വിഭാഗക്കാരായ സഹോദരങ്ങളായ 3 കുട്ടികളെ സുരക്ഷിതമല്ലാത്ത നിലയിൽ പുഴയോരത്തുള്ള ഏറുമാടത്തിൽ കഴിയുന്നതായി ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തി. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയ സമയത്ത് 11 വയസ്സ് പ്രായം കണക്കാക്കുന്ന പെൺകുട്ടിയും 7ഉം 6ഉം വയസ്സ് പ്രായം കണക്കാക്കുന്ന 2 ആൺകുട്ടികൾ മാത്രമായിരുന്നു ഇവരുടെ താമസ സ്ഥലത്തുണ്ടായിരുന്നത്. പിതാവിനൊപ്പമാണ് കുട്ടികൾ ഏറുമാടത്തിൽ കഴിഞ്ഞു വരുന്നതെന്നും പകൽ സമയം പിതാവ് വനത്തിൽ പോകുകയാണ് ചെയ്യുന്നതെന്നും കുട്ടികൾ പറഞ്ഞതായാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. മാങ്കുളം പഞ്ചായത്തിലെ ആനക്കുളത്തിന് സമീപമുള്ള വല്യപാറക്കുട്ടി മേഖലയിലാണ് കുട്ടികളും പിതാവും ഏറുമാടത്തിൽ കഴിഞ്ഞു വരുന്നത്. മുമ്പ് കുറച്ചുകൂടി മേഖലയിൽ കഴിഞ്ഞു വന്നിരുന്നവരാണ് ഇവരെന്നാണ് വിവരം. 4 മാസത്തോളമായി കുട്ടികളും പിതാവും വല്യപാറക്കുട്ടി മേഖലയിൽ എത്തിയിട്ടെന്നാണ് പ്രദേശത്തുള്ള മറ്റൊരു കുടുംബം നൽകുന്ന വിവരം. രാവുകൾ വ്യത്യാസമില്ലാതെ കാട്ടാനയുടെ സാന്നിധ്യമുള്ള ഈ പ്രദേശത്ത് പകൽ സമയങ്ങളിൽ കുട്ടികൾ തനിച്ചാണ് ഉണ്ടാകാറുള്ളതെന്നും വിവരമുണ്ട്. മുമ്പ് കുട്ടികൾ വിദ്യാലയത്തിൽ പോയിരുന്നതായും ഏറുമാടത്തിൽ താമസമാക്കിയ ശേഷം കുട്ടികൾ വിദ്യാലയത്തിൽ പോയിട്ടില്ലെന്നുമാണ് പ്രദേശത്തുള്ളവരിൽ നിന്നും ലഭിക്കുന്ന വിവരം. മാങ്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഹൽമാസ് ഹമീദ്, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ടി പ്രിയാവതി, ST പ്രൊമോട്ടർ ജിൻസൺ ഡേവിഡ് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ ഭവന സന്ദർശനത്തിനിടയിലാണ് ഏറുമാടത്തിൽ കുട്ടികൾ കഴിയുന്ന വിവരം മനസ്സിലാക്കിയത്. തുടർന്നിവർ കുട്ടികളുടെ സമീപം എത്തുകയും വിവരങ്ങൾ ചോദിച്ചറിയുകയുമായിരുന്നു. കുട്ടികളുടെ പിതാവുമായി ആശയവിനിമയം നടത്തുവാൻ ഇവർ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. തുടർന്നിവർ വിവരം ഹെൽത്ത് ഇൻസ്പെക്ടറെ അറിയിക്കുകയും ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നിർദ്ദേശപ്രകാരം മെഡിക്കൽ ഓഫീസർ, ICDS തുടങ്ങി മറ്റ് വകുപ്പുകളെ അറിയിക്കുകയും ചെയ്തു. അരിയും ചോറും കുട്ടികളുടെ പക്കൽ ഉണ്ടായിരുന്നതായും ഏത്തപ്പഴം അടക്കമുള്ള ഭക്ഷ്യവസ്തുക്കൾ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ കുട്ടികൾക്ക് എത്തിച്ചു നൽകുകയും ചെയ്തു. കുട്ടികളുടെ സുരക്ഷിതത്വവും വിദ്യാഭ്യാസവും ഉറപ്പുവരുത്താൻ നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി.